സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ളവരുടെ ചുരുക്കപ്പട്ടികയായി എം.ആർ. അജിത് കുമാർ പട്ടികയിലില്ല. രവദ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. നിർണായക UPSC യോഗത്തിലാണ് തീരുമാനം. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ ചുരുക്കപ്പട്ടികയിൽ എം.ആർ. അജിത് കുമാർ ഇല്ല വ്യക്തമാവുകയാണ്. ആരൊക്കെയാണ് പട്ടികയിലുള്ളത്? സ്മൃതി, സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. UPSC തയ്യാറാക്കി. ഇന്ന് ചേർന്ന UPSCയുടെ പ്രത്യേക യോഗത്തിലാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. ആ ചുരുക്കപ്പട്ടികയിൽ ADGP എം.ആർ. അജിത് കുമാറല്ല. ആ പട്ടികയിൽ 3 പേർ. അതിൽ ഒന്ന് നിതിൻ അഗർവാളാണ്. റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് നിതിൻ അഗർവാൾ. രണ്ടാമത്തേത് രവട ചന്ദ്രശേഖറാണ്. രവട ചന്ദ്രശേഖർ ഇപ്പോൾ ക്യാബിനറ്റ് സെക്യൂരിറ്റി ചുമതലയുള്ള സെക്രട്ടറിയാണ് കേന്ദ്ര സർക്കാരിൽ. മൂന്നാമത്തേത് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയാണ്. ഇങ്ങനെയുള്ള 3 പേരെയാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. ആ 3 പേരുടെ പട്ടിക അത് ചീഫ് സെക്രട്ടറി വഴി മുഖ്യമന്ത്രിക്ക് എത്തിക്കും. മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം ഇതിൽ ആരെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കണമെന്ന്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ടോ അല്ലെങ്കിൽ ക്യാബിനറ്റ് ചേർന്ന് ആ ക്യാബിനറ്റിലോ പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാം. പക്ഷേ മുഖ്യമന്ത്രിക്ക് തന്നെ അധികാരമുള്ളതുകൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കും. 30-നാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത്. അന്ന് തന്നെ പുതിയ പോലീസ് മേധാവി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ചുമതല ഏൽക്കുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നേരത്തെ ADGP എം.ആർ. അജിത് കുമാർ ഈ പട്ടികയിൽ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കാൻ നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4-മത് നിലവിലെ വിജിലൻസ് മേധാവിയായ മനോജ് എബ്രഹാം, 5-മത് സുരേഷ് രാജ് പുരോഹിത്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. 6-മതാണ് ബറ്റാലിയന്റെ ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാർ. നേരത്തെ UPSCക്ക് സാധ്യതാ പട്ടിക കൈമാറിയപ്പോൾ UPSC തിരിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു കത്തെഴുതി ഇതിൽ നിന്നും ADGPമാരായ എം.ആർ. അജിത് കുമാറിനെയും സുരേഷ് രാജ് പുരോഹിതിനെയും ഒഴിവാക്കണം. കാരണം ഈ സാധ്യതാ പട്ടികയിൽ ADGP പദവിയുള്ളവർ ആവശ്യമില്ല എന്നായിരുന്നു UPSCയുടെ തീരുമാനം. പക്ഷേ സംസ്ഥാന സർക്കാർ അത് പറ്റില്ല. ADGP എം.ആർ. അജിത് കുമാർ ഉൾപ്പെടെയുള്ള 2 പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കാരണം ഇവർക്ക് പിന്നീട് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. ഇവർക്ക് അവസരം നഷ്ടപ്പെടുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. അത് അംഗീകരിക്കാനാകില്ല, ചട്ടം അങ്ങനെയല്ല എന്ന് UPSC വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചുരുക്കപ്പട്ടിക അത് തള്ളിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അത് പുതിയ പട്ടിക നൽകേണ്ടി വന്നിരിക്കുന്നു എന്നല്ലേ? സ്മൃതി, അങ്ങനെയല്ല. സംസ്ഥാന സർക്കാർ ആദ്യം നൽകിയ പട്ടിക 6 പേരുടേതായിരുന്നു. 6 പേരുടെ പട്ടികയിൽ നിന്നും 2 പേരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം UPSCയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ തിരിച്ചയച്ച കത്തിൽ അത് പറ്റില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. കാരണം 2 ADGPമാർ, അതിൽ സുരേഷ് രാജ് പുരോഹിതിനെയും എം.ആർ. അജിത് കുമാറിനെയും സാധ്യതാ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ എടുത്തു. പക്ഷേ UPSC യോഗം ചേർന്നപ്പോൾ അതിൽ സംസ്ഥാനത്തു നിന്നും പങ്കെടുത്ത 2 പേരാണ്. ഒന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. രണ്ടാമത്തേത് ചീഫ് സെക്രട്ടറിയാണ്. ഈ 2 പേരും കൂടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ യോഗത്തിൽ ചർച്ച ചെയ്ത് അവർ സീനിയോറിറ്റി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പട്ടിക തയ്യാറാക്കിയത്, ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. അതിൽ ഈ 3 പേർ നേരത്തെ സംസ്ഥാന സർക്കാർ കൈമാറിയ സാധ്യതാ പട്ടികയിലും ഈ 3 പേർ തന്നെയാണ് ആദ്യത്തെ 3 പേരായി ഉണ്ടായിരുന്നത്. ആ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചുരുക്കപ്പട്ടിക തന്നെയാണ് സംസ്ഥാന സർക്കാരിന് UPSC തിരിച്ച് നൽകുന്നത്. അതിൽ ഈ 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തവണയും സംസ്ഥാന പോലീസ് മേധാവിയായി മലയാളി എത്തുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അവസാനമായി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് എത്തിയ മലയാളി TP സെൻകുമാറാണ്. അതിനുശേഷം ലോക്നാഥ് ബെഹ്റയാകട്ടെ, പിന്നീട് വന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബും നേരത്തെ അനിൽകാന്ത്, അങ്ങനെ 3 പേരുണ്ടായിരുന്നു. 3 പേരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരാണ്. അപ്പോൾ മലയാളി വരാനുള്ള സാധ്യത ഉണ്ടാകണമെങ്കിൽ ഇതിൽ 3 പേരുണ്ടായിരുന്ന ഇപ്പോൾ വന്ന പട്ടികയിൽ നിന്നും ആരെങ്കിലും ഒരാൾ ഒഴിവായാൽ മാത്രം മനോജ് എബ്രഹാമിന് ഇടം ലഭിക്കുമായിരുന്നു പട്ടികയിലേക്ക്. ഏതായാലും 6 പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ നൽകിയപ്പോൾ ആ പട്ടികയിൽ 2 മലയാളികളുണ്ടായിരുന്നു. ഒന്ന് DGP ആയ ഇപ്പോഴത്തെ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമും ADGP ബറ്റാലിയന്റെ ചുമതലയുള്ള എം.ആർ. അജിത് കുമാറും. ഏതായാലും ഈ സാധ്യതാ പട്ടിക വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ച് അവരുടെ സർവീസ് രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ UPSCയുടെ പ്രത്യേക യോഗം ദില്ലിയിൽ ഈ 3 പേരുടെ ചുരുക്കപ്പട്ടിക അത് തയ്യാറാക്കിയത്. ഈ 3 പേരുടെ ചുരുക്കപ്പട്ടിക, ആ 3 പേരിൽ യോഗേഷ് ഗുപ്ത അല്ലെങ്കിൽ രവട ചന്ദ്രശേഖർ, അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ഒന്നാമനായി നിൽക്കുന്ന നിതിൻ അഗർവാൾ, ഈ 3 പേരിൽ ഒരാളെ സംസ്ഥാന പോലീസ് മേധാവിയായി സംസ്ഥാന സർക്കാരിന് നിയമിക്കാൻ കഴിയും.
സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ മാത്രമാണ് ഒരു ചോയ്സ് ഉള്ളത്. ഈ 3 പേരിൽ ഒരാളെ നിയമിക്കാം. നേരത്തെ രമണ ചന്ദ്രശേഖർ ഇടയിൽ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് ക്ലിഫ് ഹൗസിൽ സന്ദർശിച്ചു. പിന്നാലെ ചീഫ് സെക്രട്ടറിയും കണ്ട് തനിക്ക് പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു. അങ്ങനെ നിലവിലുള്ള ഈ പട്ടികയിലെ 3 പേരും അവർ സന്നദ്ധരാണ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള 2 ഉദ്യോഗസ്ഥന്മാർ, അത് നിതിൻ അഗർവാൾ ആകട്ടെ രമണ ചന്ദ്രശേഖർ ആകട്ടെ, ആ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച സംസ്ഥാന പോലീസ് സേനയിലേക്ക് തിരിച്ചു വരാനുള്ള സന്നദ്ധത അവർ നേരിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇതിൽ യോഗേഷ് ഗുപ്ത മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർവീസിലുള്ളത്, സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിയായി ഉള്ളത്. ഏതായാലും ഈ 3 പേരിൽ ആരാകും സംസ്ഥാന പോലീസ് മേധാവി എന്നതാണ്, അത് കാത്തിരിക്കേണ്ടി വരും. 30-നാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി പദവി ഒഴിയുന്നത്. അന്ന് ഉച്ചതിരിഞ്ഞാണ് പുതിയ സംസ്ഥാന പോലീസ് മേധാവി ചുമതല ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഏത് നിമിഷവും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഏതായാലും ഈ കാര്യത്തിൽ ഒരുപക്ഷെ ക്യാബിനറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനിടയിൽ ക്യാബിനറ്റ് നടക്കാനില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനാണ് സാധ്യത. ഏതായാലും ADGP MR അജിത് കുമാർ പോലീസ് മേധാവിയാവുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങൾക്ക് ഇവിടെ വിരാമമാവുകയാണ്. ശരി റോഷിപാൽ, സംസ്ഥാന പോലീസ് മേധാവി പട്ടികയിൽ MR അജിത് കുമാർ ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ റോഷിപാൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്.